പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം വിദേശ സന്ദർശനത്തിന് ജൂലൈ 2-3 തീയതികളിൽ ഘാന സന്ദർശിച്ചാണ് യാത്രയുടെ തുടക്കം. 30 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഭാരത പ്രധാനമന്ത്രി ഘാന സന്ദർശിക്കുന്നത്. ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, പറയൂ. ഗുഡ് മോർണിംഗ് രോഹിണി. രാജ്യ തലസ്ഥാനത്തു നിന്നുള്ള വാർത്തകൾ ഇവിടെ ആരംഭിക്കുകയാണ്. നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ പര്യടനത്തിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ രാജ്യങ്ങളിലേക്കാണ് അദ്ദേഹത്തിൻ്റെ യാത്ര ഒരുങ്ങുന്നത്. അത് ആഫ്രിക്കൻ യൂണിയനുമായൊക്കെ വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുക, ആ ബന്ധം നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. ആദ്യമായി അദ്ദേഹം യാത്ര ചെയ്യാൻ വിദേശ പര്യടനത്തിന് ഒരുങ്ങുമ്പോൾ അദ്ദേഹം പോകുന്നത് ഘാനയിലേക്കാണ്. ജൂലൈ മാസത്തിൽ ആദ്യമാണ് 2-3 തീയതികളിലാണ് ഈ ഘാന സന്ദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. 30 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഘാനയിലേക്ക് സന്ദർശനത്തിനായി എത്തുന്നത്. ഊർജ പ്രതിരോധ വികസന പദ്ധതികളിൽ ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ഈ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം എന്ന് PMO വ്യക്തമാക്കുന്നു. ട്രിനിഡാഡ് ആൻഡ് ടുബാഗോയിലും അർജന്റീനയിലും ബ്രസീലിലും സന്ദർശനം നടത്താൻ പ്രധാനമന്ത്രി തീരുമാനിച്ചിട്ടുണ്ട്. ബ്രസീലിൽ 5 മുതൽ 7 വരെ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്യും. ആ ഉച്ചകോടിക്ക് ശേഷം ബ്രസീലിലെ ഭരണാധികാരികളുമായി അദ്ദേഹം നേരിട്ടുള്ള കൂടിക്കാഴ്ചയും ചർച്ചയുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. നമീബിയ കൂടി സന്ദർശിച്ച ശേഷമാകും ഇന്ത്യയിലേക്കുള്ള മടക്കം. അതായത് വിദേശ രാജ്യങ്ങളുമായി ഏത് സമയത്തും എല്ലായ്പ്പോഴും സുഗമമായ സുദൃഢമായ ബന്ധം സ്ഥാപിക്കുക എന്നുള്ള ഇന്ത്യൻ നയം, അതിൻ്റെ ഭാഗമായാണ് ഇത്തരം രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുമുള്ള പ്രധാനമന്ത്രിയുടെ യാത്ര, വിദേശ പര്യടനം നിശ്ചയിച്ചിട്ടുള്ളത്. ശരി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം വിദേശ സന്ദർശനത്തിന് ജൂലൈ 2-3 തീയതികളിൽ ഘാന സന്ദർശിച്ചാണ് യാത്രയുടെ തുടക്കം. 30 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഭാരത പ്രധാനമന്ത്രി ഘാന സന്ദർശിക്കുന്നത്. ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും.